തലക്കെട്ട് ഇങ്ങനെയാണ്: ജോയിൻ യുവർ ഹാൻഡ്സ് ടുഗെദർ. അതായത് നമ്മുടെ രണ്ട് കൈകളെ ഒന്നിച്ച് ചേർത്ത് ഇങ്ങനെ പിടിക്കുക എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുന്ന അവസരങ്ങൾ എപ്പോഴൊക്കെയാണ്? ഒന്നെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുമ്പോൾ, ഒരു ആരാധനാലയത്തിൽ ചെല്ലുമ്പോഴോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും നമ്മളൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഇങ്ങനെ കൈകൾ പിടിക്കാറുണ്ട്. അതോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ബഹുമാനം തോന്നുന്ന ഒരു മനുഷ്യനെ ആരെങ്കിലും നമ്മൾ കാണുമ്പോൾ അവരെ റെസ്പെക്ട് ചെയ്യാനായിട്ട്, ബഹുമാനിക്കാനായിട്ട് നമ്മളിങ്ങനെ കൈ പിടിക്കാറുണ്ട്. ഈ പറയുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന പ്രക്രിയയെ ജപ്പാനിൽ പറയുന്ന പേരാണ് ഗാഷോ. ഗാഷോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഇടത് കൈയും വലത് കൈയും ഇതേപോലെ തന്നെ ചേർത്ത് നമ്മുടെ നെഞ്ചിന് മുന്നാകെ ഇങ്ങനെ നിർത്തുക എന്നുള്ളതാണ്. ഇത് ചെയ്യുന്നതിനൊരു പ്രത്യേക ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് പലർക്കും അറിയില്ലായിരിക്കാം. ജപ്പാനിൽ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ രണ്ട് കൈകൾ പിടിക്കുമ്പോൾ നമ്മുടെ ഇടത് കൈ എന്ന് പറയുന്നത് നമ്മളാണ്, വലത് കൈ എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയോ, അത് ആരും ഇല്ല എന്നുണ്ടെങ്കിൽ ദൈവമോ അല്ലെങ്കിൽ പ്രപഞ്ചമോ എന്ന് വെച്ചാൽ വേറെ മറ്റൊരാളാണ് ഈ വലത് കൈ എന്ന് പറയുന്നത്. ഇത് രണ്ടും ഇതേപോലെ ചേർത്ത് പിടിക്കുമ്പോൾ ഇത് രണ്ടും ഒന്നിച്ച് സംഗമിക്കുന്നു, അല്ലെങ്കിൽ ഒന്നിച്ച് വരുന്നു, അല്ലെങ്കിൽ ഒന്നാണ് എന്നുള്ള ഒരു സങ്കല്പമാണ്. പിന്നെ നെഞ്ചിന് മുന്നാകെ നമ്മൾ ചേർത്ത് നിർത്തുന്നതിന്റെ കാരണം വേറൊന്നുമല്ല, വളരെ വിനീതമായിട്ട് നന്ദിയോടുകൂടി നമ്മളെ ആ ഒരാളെ അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തെ നമ്മൾ സ്മരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പലവട്ടം ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ എന്തിനാണ് എന്നുള്ളതിൻ്റെ അർത്ഥം ശരിക്കും എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാത്രമല്ല, നമ്മുടെ മനസ്സ് വളരെയധികം ഡിസ്റ്റർബഡ് ആയിട്ടിരിക്കുന്ന ഏതൊരു അവസരത്തിലും ഇതൊന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ കണ്ണുകൾ അടച്ച് തന്നെ ഒരു ധ്യാനത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് പോകണം എന്ന് നിർബന്ധമില്ല. നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും എപ്പോഴെങ്കിലും നമുക്ക് മനസ്സിന് വിഷമം തോന്നുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കൈകൾ ഇതേപോലെ ഒന്ന് പിടിക്കുക, ആത്മാർത്ഥമായിട്ട് ഒന്ന് ചേർത്ത് പിടിക്കുക. നമുക്കറിയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ശരിക്കും മനസ്സുകൊണ്ട് ഒരാളോട് നമ്മൾ നന്ദി പറയുമ്പോൾ അറിയാതെ ആണെങ്കിൽ പോലും നമ്മുടെ കൈകൾ ഇങ്ങനെ വരും, അല്ലേ? അപ്പം ഇനി നമ്മൾ ആരെങ്കിലും നമ്മൾ കണ്ട് നമസ്കാരം എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് പറയുകയാണെങ്കിൽ, ഈ രീതിയിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ ആ ആളിനോട് ശരിക്കും നമുക്കൊരു ബഹുമാനം കൂടുതലായിട്ട് തോന്നുന്നതായിട്ട് നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാകും. അപ്പം ഇങ്ങനെ നല്ല നല്ല ഫീലിങ്സ് നമുക്ക് ഓരോ ദിവസവും ഓരോ നിമിഷം നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഓരോ ദിവസവും എത്ര സന്തോഷകരമായിട്ടായിരിക്കും നമ്മൾ ജീവിക്കുക, അല്ലേ? അപ്പം തീർച്ചയായിട്ടും ഇത്രയും കാലം നമ്മൾ അറിയാതെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇനി അറിഞ്ഞുകൊണ്ട് നല്ല നല്ല രീതിയിൽ തന്നെ, നല്ല ഒരു മാനസിക അവസ്ഥയിൽ തന്നെ നമുക്ക് അത് ചെയ്യാം. ഇപ്പം ഗാഷോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇടത് കൈയും വലത് കൈയും ഒന്നിച്ച് ചേർത്ത് പിടിച്ച് നന്ദി സൂചകമായിട്ട് ഒന്ന് ആ ഒരു അവസ്ഥയെ ഒന്ന് സ്മരിക്കുക, ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കാര്യം പലവട്ടം നമുക്ക് ഒരു ദിവസം തന്നെ ചെയ്യാവുന്നതാണ്. അതുവഴി നമുക്ക് നമ്മുടെ മനസ്സിനെ നല്ല രീതിയിൽ ശാന്തമാക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും